ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുകൊണ്ടിപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ഇന്നലത്തെ വിശേഷം, അതായത് ഇന്ന് രാവിലെ നമ്മൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി പ്രമോ വിശേഷമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോ രാവിലെ ഡിലേ ആണ് കേട്ടോ, ഫുൾ വിശേഷം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. ഏതായാലും ഇപ്പൊ പ്രമോ പോലും വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. പറഞ്ഞു ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ഹരിയേം കൊണ്ട് തെളിവെടുപ്പിന് എത്തിയിരിക്കുകയാണ് കൈതക്കൽ മാളിയേക്കൽ വീട്ടില്. അവിടെ ആദ്യമൊക്കെ വന്ന് പോലീസുകാർ വന്നപ്പോഴത്തേക്കും ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കുക. കാരണം ജനങ്ങളുടെ ഉപദ്രവം കൊണ്ടാണ് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. ഈ ഗേറ്റ് തുറന്നാൽ മാത്രമേ പോലീസുകാർക്ക് ഹരീനെയും കൊണ്ട് അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മനുവിനെയാണ് വിളിക്കുന്നത്. അങ്ങനെ മനുവിന് പോലീസുകാരൻ വിളിച്ചിട്ട് പറയാണ്, അതായത് CIO SIO അങ്ങനെയാണ് വന്നത്. അപ്പം വിളിച്ചിട്ട് പറയാണ്, അതെ നിങ്ങളുടെ ഗേറ്റിന്റെ ലോക്ക് ഒന്ന് അഴിക്കണം എന്ന് പറയാം. അപ്പം ഹലോ ഇത് ആരാന്ന് ചോദിക്കുമ്പം ആരാണെന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി വന്നിട്ട് അറിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വാ, ആരാണെന്ന് ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാടാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മനുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി. മനുവിന് മനസ്സിലായി എന്തോ സംതിങ് റോങ് ആണെന്ന്. മനു എന്ത് ചെയ്തു, നേരെ ചെല്ലുന്നതും പോലീസാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെപ്രാളത്തിൽ മനു ഇറങ്ങി വന്നപ്പോഴത്തേക്കും കമൽ ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്, നീ എങ്ങോട്ടാ ഈ ഓടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എങ്ങോട്ടാ ഓടുന്നതെന്ന് അറിയണമെങ്കിൽ എന്റെ പുറകെ വാ, അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെ അറിയാൻ പറ്റത്തില്ല. ഫോണൊക്കെ വിളിച്ചെല്ലാവരോട് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പൊ എന്തൊക്കെ കണ്ടാലാ എന്തൊക്കെ കേട്ടാലാ ആരുടെയൊക്കെ കൈയും കാലും പിടിച്ചാലാ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? പിന്നെ ദേ എന്റെ പൊന്നമ്മ മാറി നിൽക്കുന്നുണ്ടോ? എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ സമയമില്ല. ആരാണ്ട് വന്ന് നിപ്പുണ്ട് ഗേറ്റിന്റെ മുമ്പില്, ആരാന്നറിയണ്ടേ? അയ്യോ എടാ നീ അങ്ങോട്ട് പോവല്ലേടാ, തുറക്കല്ലേടാ, അതെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ ആളുകൾ എല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വന്ന് പിന്നെ ദേ നമ്മുടെ ഈ വീട് ഇല്ലാതാക്കും. അവന്മാര് കല്ല് പിറക്കി എറിയും. അപ്പൊ അറിയാല്ലേ, കല്ല് പിറക്കി എറിയുന്ന വേലയാ മകൻ ചെയ്തു വെച്ചിട്ട് അങ്ങ് പോയേക്കുന്നെന്ന്. മര്യാദയ്ക്ക് അവിടെ അങ്ങനെ മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു നേരെ ചെന്നപ്പോഴത്തേക്ക് പോലീസാണ് കേട്ടോ. പോലീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനു ഞെട്ടി പെട്ടെന്ന് ഗേറ്റ് ഇപ്പൊ തുറക്കാം സാറേ, മൊത്ത ശല്യക്കാരായതുകൊണ്ടാണ് ഞങ്ങള് ഗേറ്റ് പൂട്ടിയിട്ടതെന്ന് പറഞ്ഞപ്പോ തുറക്കട, കുറെ നേരമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങ് തുറക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാന്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം പീഡന കേസിലെ പ്രതിയാണ്, പ്രതിയുടെ കുടുംബക്കാരാണ്. അവരെ ഊട്ടി വിളമ്പി മാന്യതയോട് കൂടി നോക്കേണ്ട കാര്യമൊന്നും പോലീസുകാർക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലല്ലേ മനുവിനോട് സംസാരിക്കത്തുള്ളൂ. ഉറക്കട മര്യാദയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു പെട്ടെന്ന് ഗേറ്റിന്റെ ലോക്ക് അഴിച്ചതും മനു ലോക്ക് അഴിച്ച് തീർന്നിങ്ങനെ തുറന്നത് പോലീസുകാർ വണ്ടി കുറക്കിയാട്ടോ ഒരു കയറ്റം അങ്ങോട്ട് കയറുന്നത്. നമ്മുടെ മനുവിനെ തെറിപ്പിച്ചിടുന്ന രീതിയിലാണ് കയറുന്നത്. എന്തോ മനുവിനോട് മുൻവൈരാഗ്യം ഉള്ള പോലെ, അതിലെ ഈ കുടുംബക്കാരോട് മുൻവൈരാഗ്യം ഉള്ള പോലെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് വെറുതെയാണ്. ഈ വക കേസുകൾക്ക് പോലീസുകാർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല. അതും അറിയാലോ, പോസ്പോ കേസാണ്. അപ്പൊ ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പോലീസുകാർ കയറി വന്നിട്ട് ലാത്തിയൊക്കെ എടുത്തിട്ട്, അതെ ഞങ്ങൾക്ക് ഇവിടെ മൊത്തം ഒന്ന് അരിച്ചു പറക്കാനുണ്ട്. അതുപോലെ തന്നെ അറിയാലോ നിന്റെ അനിയൻ ചെയ്തു വെച്ചേക്കുന്നത് എന്താണെന്ന്. അത് അറിയാൻ സാറേ. അറിയാമെങ്കിലേ ദേ കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ അനിയനെ. വേണമെങ്കിൽ അങ്ങ് സെൻട്രൽ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ കണ്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന്റെ ഒന്നും കോലം ഇങ്ങനെ അല്ലായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവനെയൊക്കെ ഇഞ്ചം പരുവം ഇട്ട് ഇടിച്ചിടിച്ച് അവിടുത്തെ കൂട്ടത്തിൽ കിടക്കുന്ന സെല്ലിലെ ആൾക്കാർ ഇടിച്ച് ഇവനെ പരിചയമൊക്കെ. അപ്പൊ വേണമെങ്കിലേ ഒന്ന് കണ്ടുവെച്ചോ ഈ രൂപം. ദേ ഞങ്ങളെ പറഞ്ഞാൽ തന്നെ മതിയല്ലോ, ഗവൺമെന്റിനെ പറഞ്ഞാൽ മതിയല്ലോ. കുറെ എണ്ണത്തിനെ തീറ്റിപ്പോറ്റും ജയിലിലിട്ട് കണ്ട് ലാസ്റ്റ് ഇപ്പം ഇതിനൊന്നും യാതൊരു പേടിയില്ല. എടാ നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ഒരെണ്ണത്തിനെ തീറ്റിപ്പോറ്റി വളർത്തിയത്? നിനക്കൊക്കെ നാണമില്ലേടാ? ഇനി നീയൊക്കെ ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ദൈവത്തിന് അറിയാന്ന് പറഞ്ഞപ്പം, സാറേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹരീനെ അകത്ത് കൊണ്ടുപോയി തെളിവൊക്കെ എടുക്കാം, അതിന് ഒരു പ്രശ്നവും ഇല്ല സാറേ. പക്ഷെ ഇങ്ങനെ മാന്യമില്ലാത്ത രീതിയിൽ സംസാരിക്കരുതെന്ന് പറയുമ്പോ, മാന്യമില്ലാത്ത രീതിയിൽ സംസാരിക്കില്ലെന്നോ? എന്ത് മാന്യതയാണ് നീയും നിന്റെ അനിയനും ഒക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? നല്ല മാന്യതയാണല്ലോ. അല്ല സാറേ, ഞങ്ങള് പറഞ്ഞല്ലോ സാറിന് അകത്ത് കയറാം, പരിശോധിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. എന്നാ പിന്നെ മാറി നിൽക്കടാ, ഇറങ്ങി വാടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീനെ ഇങ്ങനെ കുത്തിരി പിടിച്ചിട്ട് ഇറക്കിക്കൊണ്ട് വന്നു. കമലയാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. കമല നമ്മുടെ ഹരീനെ കണ്ടതും മോനേന്നും പറഞ്ഞുകൊണ്ട് അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാറി നിൽക്കാം അങ്ങോട്ട്. മോന് പോലും, ആരുടെ മോൻ, എവിടത്തെ മോൻ? ഓ അപ്പൊ ഈ വിഷവിത്തിനെ പ്രസവിച്ച തള്ളയാണല്ലേ നീ? എടി ഇതിനെയൊക്കെ പ്രസവിച്ച സമയത്ത് 10 വാഴ നിനക്ക് വെക്കത്തില്ലായിരുന്നോ?
വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്നു. കുടുംബത്തിനും അതുപോലെ നാട്ടുകാർക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ദോഷമായിട്ട് വലിയ മണിമാളിക വീടും കെട്ടി മക്കൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. ദേ ഇവന് ആരാണ് എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഇവൻ വളർന്നു വന്ന വഴി ഏതാണ് എന്നും വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഇവന് എത്ര പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ഇവൻ എത്ര പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ടെന്നും എല്ലാം ഇവൻ തുപ്പിയിട്ടാ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇവനെ കൊണ്ട് ഞാൻ കുടിച്ച മുലപ്പാല് വരെ ഛർദിപ്പിച്ചിട്ടാ ഇവൻ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാടി ഇങ്ങനെ ഒരുത്തനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത്? സ്വന്തം പെറ്റ തള്ളയെ പോലും ചിലപ്പോ ഇവനുണ്ടല്ലോ കയറി പിടിച്ചെന്ന് വരുന്ന പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മനു പറഞ്ഞു, സാറേ നിർത്തി സാറേ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അന്വേഷിച്ച് നിങ്ങൾ എടുത്തോ. ഞാൻ പറഞ്ഞല്ലോ, അവൻ തെറ്റുകാരനാണെങ്കിൽ അവനുള്ള ശിക്ഷ അത് നിങ്ങൾ മേടിച്ചു കൊടുത്തോ അവൻ ചെയ്ത തെറ്റിന്. പക്ഷെ ഇങ്ങനെയൊന്നും പറയരുത് സാറേ. അറിയാലോ, ഒരാളെ നിങ്ങൾ അങ്ങ് അച്ഛന്റെ മുമ്പിലൊക്കെ നിർത്തി അടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പം അയാൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ, അയാള് മാത്രല്ല ഹോസ്പിറ്റലിലുള്ളത്, ഇവനൊക്കെ കൂടി പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ജീവശവമായിട്ട് കിടക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടാ. ഇവൻ എന്താ വിചാരിച്ചത്? പണമില്ലാത്തവരെ കയറി ഞോണ്ടിയാലേ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? ഇവിടെ ഉണ്ടടാ, കേരള പോലീസ് ഇവിടെ ഉണ്ട്. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കളിയുണ്ടല്ലോ ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. ഇവനെയൊക്കെ സെൻട്രൽ ജയിലിൽ കയറ്റി ഞങ്ങള്. ഇവനൊക്കെ തൂക്കുകയറാ മേടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒരിക്കലും ആരും ഈ രീതിയിൽ ഒരു പെങ്കൊച്ചിനെയും തൊടാൻ പാടില്ല. കാരണം എനിക്കും ഉണ്ടടാ ഒരു പെങ്കൊച്ച് ഇതേ പ്രായത്തില്. അതിനെയൊക്കെ ഞാൻ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വരുന്നതാ. അങ്ങനെ വരുമ്പോ നീ ഒന്ന് ചിന്തിച്ചു നോക്കടാ, ഇവിടെ ഇല്ലടാ ഒരു പെങ്കൊച്ച്. അതിനായി ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിലോ? ഇവനെ കൊണ്ട് ഇവന്റെ റൂമിലേക്ക് വിട്ടുപൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാരെല്ലാം നേരെ ഹരിയുടെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ഹരിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് തന്നെ കുറെ എന്തൊക്കെയോ സീഡുകളും മെമ്മറി കാർഡുകളും ഒക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാം പോലീസുകാര് പിറക്കി കൂട്ടിയെടുത്ത് നമ്മുടെ ഹരീനെ ഇവിടെ കഴുത്തിനൊക്കെ പിടിച്ച് നമ്മുടെ കമലയുടെ മുമ്പിലിട്ട് തന്നെ 2 ചവിട്ടും ഒക്കെ കൊടുത്ത് കേരള വണ്ടിയിലെ എന്നും പറഞ്ഞ് എന്താ പറയാ ഒരു വിലയും കൊടുക്കാതെയാ കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് നമ്മുടെ കമലയാണെങ്കിൽ ഓരോ ന്യായം പറയാനായിട്ട്, എന്റെ പൊന്നു സാറേ അവനൊന്നും അറിയത്തില്ല, അവൻ സത്യം പറഞ്ഞ പാവാ, അവന്റെ കൂടെയുള്ള ആ രോഹിത്തില്ലേ അവനത് ഇവനെ കച്ച കെട്ടി ഇറക്കിയിരിക്കുന്നത്. മറ്റേ 2 കൂട്ടുകാരും ഇല്ലേ, അവരൊക്കെയാ തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ മോൻ ഇവരുടെ കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ സാറേ, എന്റെ മോൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നിന്റെ മോൻ ഒന്നും ചെയ്തിട്ടില്ലല്ലേടി, നിന്റെ മോൻ ചെയ്തത് എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് ഇവൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളെ അങ്ങ് വളർത്തുമ്പോഴേ അവരുടെ റൂമിനകത്ത് എന്താണുള്ളത്, അവര് പഠിക്കുവാണോ അല്ലെ കോളേജിലോ സ്കൂളിൽ പോയിട്ട് അവർ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. അല്ലാതെ ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പണത്തിന്റെ ബലത്തില് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി പണക്കൊഴുപ്പൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞല്ലോ, പോസ്പോ കേസാ. അതുകൊണ്ട് തന്നെ എന്നൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് ജാമ്യവും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ പരമാവധി ഇവന് എവിടെ എന്ത് ശിക്ഷ കിട്ടാൻ പറ്റുമോ, തൂക്കുകയറാണെങ്കിൽ തൂക്കുകയറും മേടിച്ചു കൊടുത്തിരിക്കും. കാരണം ഇവൻ അത്രയ്ക്ക് ക്രൂരനാണ്. ഇവനെ പോലെയുള്ള ഒരുത്തനെ വീട്ടിൽ കയറ്റി വെച്ച നിങ്ങളുണ്ടല്ലോ, നിങ്ങളും കുറ്റക്കാരാ. ഇവനെ വളർത്തിക്കൊണ്ട് വന്ന് ഇവന്റെ തള്ളയും തന്തയും കുറ്റക്കാരാ. അതുകൊണ്ട് ഇനി ഒരക്ഷരം മിണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ട് പോലീസ് വിളിച്ചോണ്ടങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ ഹരീനെ. അപ്പോഴത്തേക്കും ആണെങ്കിൽ മനു എടാ മനു അവനെ കൊണ്ടുപോലെന്ന് പറയടാ മനു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുവിനെ ഇങ്ങനെ ഇട്ട് കുലുക്കുകയാണ് നമ്മുടെ കമല. ഏതായാലും ഈ സമയത്ത് പറയുന്നുണ്ട്, നാണമില്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? സ്വന്തം മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നല്ലതാ. പക്ഷേ ഹരി ആരാണ്, എന്താണ്, അവൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ അലീന എന്ന് പറയുന്ന പെങ്കൊച്ചിനെ കയറി പിടിച്ച് അവളെ ചെയ്യാൻ ശ്രമിച്ചത് എന്താണെന്നൊക്കെ അറിയാലോ. എന്നിട്ടും നാണമുണ്ടോ സ്വന്തം മോനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട്? അല്ല, ഞാൻ പറയട്ടെ, നിരഞ്ജനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തെങ്കിൽ അമ്മ സഹിക്കുവോ? ഒരിക്കലും അമ്മ സഹിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇനി ഇതേ സപ്പോർട്ടിനോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വരുമ്പോ സ്വന്തം മോനെ വെള്ള പൊതിപ്പിക്കാനോ നോക്കിക്കഴിഞ്ഞാലേ വെള്ള പൊതിച്ച് കിടക്കുന്നത് എന്റെ തള്ള തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിന് ദേഷ്യം വന്നിട്ട് മനു അങ്ങ് മാറിപ്പോയിട്ടോ. ഇവൻ എന്തൊരു ചേട്ടനാ, ഇവന് രക്തത്തെ തിരിച്ചറിയാനുള്ള ഒരു പക്വതയും പാകതയും ഇല്ലല്ലോ. അവൻ അലീന. അപ്പൊ രോഹിത്തിനെ രക്ഷപ്പെടുത്താനാ ഇവരും ശ്രമിക്കുന്നത്. എന്റെ മോന് ഇനി എന്താ ചെയ്യുക? ഇനിയിപ്പം നോക്കി നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ശിവേട്ടനെ വിളിച്ചിട്ട് തന്നെ കാര്യം. ശിവേട്ടൻ ഇവിടെ വന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമല നേരെ ശിവനെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയാണ്. അപ്പം അലീനയാണെങ്കിൽ
അവിടെ കിച്ചണിൽ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മനു അങ്ങോട്ട് വിളിക്കുക. മനു വിളിച്ചിട്ട് അത് പിന്നെ രോഹിത്തിനെയും കൊണ്ട് അവിടെ വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, രോഹിത്തിനെയും കൊണ്ട് ചിലപ്പോൾ ഇപ്പം പോലീസ് അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നീ വേറൊന്നും ചെയ്യരുത്, വേറൊന്നും അല്ല ചെയ്യേണ്ടത്. അവന്റെ മുറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ നേരത്തെ മാറ്റിയായിരുന്നു മനുവേട്ടാ, അത് നേരത്തെ തന്നെ മാറ്റിയായിരുന്നു പറഞ്ഞപ്പോ ആ ഗുഡ്, ഏതായാലും അത് നന്നായി. പിന്നെ നീ കൃഷ്ണനെയും ബബിതേനെയും ഒരിക്കലും പുറത്തിറക്കരുത്, നീയും പുറത്തിറങ്ങി പോകരുത്, അവിടെ എന്തൊക്കെ പ്രശ്നം പുറത്ത് സംഭവിച്ചാലും ഇറങ്ങരുത്, ലോക്ക് ചെയ്തിട്ടേക്കണം ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെ അലീന കാര്യങ്ങളൊക്കെ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞാല് നാണം കെട്ട കേസായി പോയില്ലേ, അതിന്റെ പുറകെ തൂങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും എന്താ ആകും എന്നൊന്നും അറിയാത്തൊരവസ്ഥ, ഇത് ആരെ രക്ഷിക്കണം ആരെ രക്ഷിക്കേണ്ട എന്നൊന്നും അറിയാത്ത അവസ്ഥയാന്ന് പറഞ്ഞപ്പോ അലീനോട് ചോദിക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞതാന്ന് പറഞ്ഞപ്പോ അലീന പറയാണ്, വേറെ ഒന്നും അല്ല ചെയ്യേണ്ടത് മനുവേട്ട, ശിക്ഷ ആരാണോ കുറ്റം ചെയ്തിരിക്കുന്നവർ ശിക്ഷ അനുഭവിച്ചിരിക്കണം. ഒരു പെങ്കൊച്ചാണത്, നമ്മുടെ കൃഷ്ണമോളെ അല്ലെങ്കിൽ ബബിതയെ നിരഞ്ജനയെ ഒക്കെ ആ ഒരു കണ്ണിൽ കണ്ടാ മതി. നമ്മുടെ മക്കൾക്കാ സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾക്കാ സംഭവിച്ചതെങ്കിൽ നമ്മുടെ കുടുംബത്തിലാ സംഭവിച്ചെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കില്ല. എല്ലാവരും പറയും കുടുംബത്തിലെ ആളാണ്, എത്ര തെറ്റ് ചെയ്താലും ക്ഷമിക്കണം എന്നൊക്കെ. പക്ഷെ ശരണ്യ എന്ന് പറയുന്ന ആ പേരുള്ള ആ പെങ്കൊച്ചിന് 10, 16, 17 വയസ്സേ ഉള്ളൂ. ആ പെങ്കൊച്ചിനോട് അതിക്രൂരമായിട്ട് ഇവന്മാര് ചെയ്തിരിക്കുന്നത്. അപ്പം സത്യമാണെങ്കിൽ അത് അവന്മാര് തന്നെയാണെങ്കിൽ അവന്മാര് ശിക്ഷിക്കപ്പെടണം, അവന്മാര് ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ അലീന പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നമ്മുടെ മനുവിനോട്. ഏതായാലും മനു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിനും ഒരു ഊർജം വന്നു. കാരണം ഒരു പെങ്കൊച്ചിനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വന്തം വീട്ടിലെ ഒരാളാണെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അലീന അങ്ങനെ കൂടെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം നമ്മുടെ മനുവിന് ഉണ്ടാവുകയാണ്. കാരണം സത്യവും നീതി ഏതാണോ അതിന്റെ കൂടെ തന്നെ നിൽക്കാൻ തന്നെയാണ് മനുവും തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ ഒക്കെ പറയുന്നത് കേൾക്കാതെ ഹരിക്ക് കിട്ടാനുള്ള മാക്സിമം ശിക്ഷ എന്താണോ അത് തന്നെ നമ്മുടെ മനുവും മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് മനുവിന്റെയും ആ ഒരു ഇത് കേട്ടോ. ഇനിയിപ്പൊ അറിയില്ല മനുവിന്റെ ഒക്കെ മനസ്സ് മാറുമോ അലീനയുടെ മനസ്സ് മാറുമോ എന്നൊന്നും. ഈ സമയത്താണെങ്കിൽ വൈജയ്ക്ക് ഭയങ്കര ടെൻഷൻ, വൈജ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ വൈജയ്ക്കാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാനും പറ്റത്തില്ല, അവിടെ നിന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ വൈജയുടെ അടുത്തേക്ക് വൈജയുടെ അതായത് ഹസ്ബൻഡിന്റെ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് വരുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അങ്ങോട്ട് വന്ന് ബാലചന്ദ്രനെ കാണുന്നുണ്ട്. ബാലചന്ദ്രനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഏട്ടാ, അല്ല വൈജേച്ചി അറിഞ്ഞായിരുന്നു ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആരും പറഞ്ഞില്ല, ഇനിയിപ്പോ എന്തെങ്കിലും രീതിയിൽ അറിഞ്ഞോന്നൊന്നും അറിയില്ല, അറിഞ്ഞാൽ തന്നെ അവൾ അനുഭവിക്കട്ടെ, അവള് തന്നെ ഇത് അനുഭവിക്കണം, അവൾ അനുഭവിച്ച് തീർക്കേണ്ടത് അവള് തന്നെ അനുഭവിച്ച് തീർക്കണം. പക്ഷെ എന്റെ മകനും കൂടെ ആന്ന് ഓർത്തിട്ടാണ് എനിക്കിപ്പം ഒരുപാട് സങ്കടം ഉള്ളത്. മാത്രമല്ല ജുവലറി ഒക്കെ അടച്ചിടേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതിനേക്കാളും അപ്പുറം 3 പെണ്ണുങ്ങൾ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതെല്ലാം അവൻ ഒരുത്തൻ കാരണമാണ്. പക്ഷെ എന്റെ മകനായി പോയില്ലേ, അവൻ തെറ്റ് ചെയ്തെങ്കിലും എന്റെ മകനായി പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെങ്ങളുടെ മുമ്പിൽ കരയാണ് കേട്ടോ, ചങ്ക് പൊട്ടി കരയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ പെങ്ങളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് ബാലചന്ദ്രന്റെ പെങ്ങള്. അപ്പം ബാലചന്ദ്രന്റെ പെങ്ങള് നേരെ പിന്നെ വൈജയനെ കാണാനാണ് പോകുന്നത്. വൈജ അവിടെ ചെന്നതും എന്ത് പറ്റി സുനന്ദേന്നും പറഞ്ഞുകൊണ്ട് ഒരു കരച്ചിലാണ് കേട്ടോ. എന്താ പറ്റിയത് എന്റെ മകന്, അവൻ ജയിലിലാണോ, അവൻ എന്താ പറ്റിയത്, എന്റെ മകൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സുനന്ദേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് കാറുന്നുണ്ട്. ഏതായാലും നമ്മുടെ വൈജയ്ക്ക് അവിടെ നിന്ന് ഒരു അടി അനങ്ങാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ വൈജ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം അഹന്തയും അതുപോലെ തന്നെ ധിക്കാരവും വാശിയും വീറും ഒക്കെ ആയിട്ട് ഇരുന്ന് സത്യത്തിൽ ആ പിള്ളേരും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പോയി. ആ പിള്ളേരും ആ ഒരു ഇതായിപ്പോയി. മക്കളെ നോക്കാതെ സ്വന്തം കാര്യം നോക്കി വീറും വാശിയും പൈസ ഉണ്ടാക്കുക എന്ന് മാത്രം ഒരു ചിന്തയോട് കൂടിയായിരുന്നു നമ്മുടെ വൈജ നടന്നിരുന്നത്. എന്നാ പിന്നെ മക്കളെ വിളിച്ച് അരികിലിരുത്തി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ഈ പ്രായത്തില് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഒന്നും വൈജ നിന്നിട്ടില്ല. കുറെ പഠിക്കുക, പൈസ ഉണ്ടല്ലോ, പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് നടന്നോളും എന്നൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ കാണുമായിരിക്കും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാം. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ.